ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മഴതോറും മുമ്പേ എന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അതായത് വൈജയന്തി വീട് വിട്ടു പോകുന്നുണ്ടല്ലോ, അതിൻ്റെ മെയിൻ റീസണൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. വീട് വിട്ടു പോകുന്നത് മാത്രമല്ല, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വൈജയന്തി വീട് വിട്ടു പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ അടുത്തേക്കാണ് പോകുന്നത്, കൊല്ലപ്പള്ളിയിലെ കമലയുടെ അടുത്തേക്കാണോ അതോ ഇനി വേറെ എങ്ങോട്ടെങ്കിലാണോ, അപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സ്റ്റോറിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ സ്റ്റോറി കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മുടെ ആ കമൻറ്റിൻ്റെ ഒരു ഭാഗം ഒന്ന് സ്ക്രോൾ ചെയ്താൽ, അല്ലെങ്കിൽ ആ ലൈക്കിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് കാണാൻ കഴിയും. അതുകൂടി ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നുള്ള സത്യം അലീനയും തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് അവരങ്ങോട്ട് ശരിക്കും ബാലച്ചനും മകളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ ഈ സ്നേഹം ഒക്കെ കണ്ടിട്ട് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്, ഭയങ്കര ദേഷ്യമൊക്കെ കൂടുതലാവണം വൈജിക്ക്. മക്കളെയൊക്കെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ മക്കൾക്കൊന്നും അച്ഛനോട് എതിർക്കാനുള്ള ധൈര്യമില്ല കേട്ടോ. ബബിതയെ തന്നെ ബാലചന്ദ്രൻ ഭീഷണിപ്പെടുത്തി വെച്ചേക്കാണ്. ഇനി ചേച്ചി എന്ന് വിളിക്കണം, അലീന ചേച്ചി എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കാണ്. അതുകൊണ്ട് അച്ഛനെ ചോദ്യം ചെയ്യാൻ മക്കളെ കൊണ്ട് സാധിക്കില്ല എന്ന് വൈജയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ വൈജ അവസാനം ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അലീനയെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അലീനയും ബാലചന്ദ്രനും ഭയങ്കര സ്നേഹത്തിലാണ് നിൽക്കുന്നത്, അച്ഛനും മകളുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനെ ഒരുപാട് തകർക്കാനൊക്കെ വൈജ നോക്കുന്നുണ്ട്, ഒരുപാട് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അച്ഛനാണ് മകളാണ് എന്ന് പറഞ്ഞാൽ എന്തും ആവാമല്ലോ, ആ ഒരു പേരിൻ്റെ പുറത്താണെങ്കിൽ ആരും ഒന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ, എന്ത് അഴിഞ്ഞാട്ടം വേണമെങ്കിലും ആവാലോ, ഇപ്പോൾ കുറേ തൈക്കിളവന്മാർക്ക് ഇങ്ങനത്തെ ഓരോരോ മോഹങ്ങൾ ചെറിയ പെൺകുട്ടികളോട് തോന്നും എന്നൊക്കെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വൈജി ഇങ്ങനെ മോശമായിട്ട് ബാലചന്ദ്രനെയും അലീനയും കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനൊക്കെ നല്ല തക്ക മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അലീന. ബാലചന്ദ്രൻ കേട്ടോ വൈജയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം പ്രശ്നങ്ങളൊക്കെ ഡേ ബൈ ഡേ ഇങ്ങനെ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം വൈജ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എങ്ങനെയെങ്കിലും അലീനയെ പുറത്താക്കണം. അപ്പോൾ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്തിട്ടും അലീന ഇവിടെ നിന്ന് പോകുന്നില്ല. മാത്രമല്ല ബാലചന്ദ്രൻ പറഞ്ഞയക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ തൻ്റെ വാക്കിന് ഒരു വിലയുമില്ല, താനിവിടെ ഇങ്ങനെ ഒരു അധികപ്പറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്തയൊക്കെ വരികയാണ് വൈജയന്തിക്ക്. അപ്പോൾ വൈജയന്തി ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കമലേട്ടത്തി പറഞ്ഞ കാര്യം മാത്രമേ നടക്കത്തുള്ളൂ, എന്ത് വന്നാലും ചോദിക്കാനും പറയാനൊന്നും ഇവൾക്ക് ആരുമില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് അവൾ അങ്ങോട്ട് ഇല്ലാതാക്കാം. എന്തൊക്കെയാണെങ്കിലും ബാലചന്ദ്രൻ തൻ്റെ ഭർത്താവല്ലേ, ഞാൻ ബാലചന്ദ്രൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് തനിക്കെതിരെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കത്തില്ല, എങ്ങനെയെങ്കിലും ഇവളുടെ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുകയാണ്. അതനുസരിച്ച് അലീനയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ തന്നെ വൈജയന്തി തീരുമാനിക്കുക കേട്ടോ. ഭയങ്കര ഒരു വലിയൊരു തെറ്റായ തീരുമാനമാണ് വൈജയന്തി എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് വന്ന് അനുഭവിക്കുന്നത് വേറൊരു രീതിയിലാണ് ഭവിഷ്യത്ത് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് വൈജ. എന്താണെങ്കിലും അലീനയെ വിഷം കൊടുത്ത് കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എലിവിഷാട്ടോ വാങ്ങിക്കുന്നത്. എലിവിഷം സാധാരണ വീടുകളിലൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ടാവും. അപ്പോൾ വീട്ടിൽ എലിവിഷം ഉള്ളത് കൊണ്ട് തന്നെ അത് കൊടുത്ത് അലീനയെ കൊല്ലാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അലീനയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ വൈജ, എനിക്കൊരു ഗ്ലാസ് ചായ വേണം എന്ന് പറയാണ്. രാത്രിയിലാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് ചായ വേണം എനിക്ക് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നോട് മാഡത്തിനൊന്നും ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പറഞ്ഞത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടാണ്, എനിക്ക് എന്തോ ഒരു പരവേശം തോന്നുന്നു, എനിക്കൊരു ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയാണ് അലീനയോട് വൈജ. അപ്പോൾ അലീന സംശയത്തോട് കൂടിയിട്ട്, അലീനയ്ക്ക് വേറെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല, ഒരിക്കലും ഒരാൾ തന്നെ ഇപ്പോൾ കൊല്ലാൻ ശ്രമിക്കുമെന്നൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയുമ്പോൾ ഏതായാലും എഴുന്നേറ്റതല്ലേ, നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കിക്കോ, നിനക്കൂടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോര് എന്ന് പറയുന്നുണ്ട് അലീനയോട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അലീന ഇതെന്തപ്പോൾ ഇങ്ങനൊരു സ്നേഹം എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അലീന പോയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അലീന ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആദ്യം വൈജയ്ക്കുള്ളതാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ നിനക്കെവിടെ ചായ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കുടിച്ചോളാം, എനിക്ക് വേണമെന്നില്ല എന്ന് പറയുമ്പോൾ നീ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വാ, ഇവിടെ ഇരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞയക്കുക കേട്ടോ. അങ്ങനെ അലീനയെ പറഞ്ഞയച്ചിട്ട് അലീന ചായയും കൊണ്ട് വരുന്നുണ്ട്. അലീനയ്ക്കുള്ള ചായയും കൊണ്ട് വന്നിട്ട് ആ ടേബിളിൽ വെക്കുമ്പോൾ ഇവിടെ ഇരുന്ന് കുടിച്ചോ എന്ന് പറയാണ് അലീനയോട്. അപ്പോൾ അലീന ഇതൊക്കെ ഭയങ്കര
ഭയങ്കര സംശയത്തോട് കൂടിയിട്ട് നോക്കണം, എന്താ ഇപ്പം ഇത്രക്കൊരു സ്നേഹമൊന്നും അങ്ങനെ ഉണ്ടാവാറൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അലീന. അവിടെ ഇരുന്ന് കുടിക്കാൻ പറയുമ്പോൾ വൈജ അത് കുടിച്ചു നോക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഓ ഇതിൽ നീ തീരെ മധുരം ഇട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ബ്ലാക്ക് ടീ ഒരുപാട് മധുരം ഇടാതെ കുടിക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ടാണ് ഞാൻ മാഡം അങ്ങനെയല്ലേ കുടിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ അധികം ഇടാഞ്ഞതെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു മധുരം വേണം, നീ പോയി കുറച്ചുകൂടെ മധുരം ഇട്ടിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അലീനയെ വൈജയുടെ ഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞയക്കാം കേട്ടോ. അങ്ങനെ അലീന എഴുന്നേറ്റിട്ട് വൈജയുടെ കപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ മധുരം ഇടാനായിട്ട് പോകുമ്പോൾ നമ്മുടെ വൈജി എന്താ ചെയ്യുന്നത് വെച്ചാൽ കയ്യിൽ കരുതി വെച്ചിട്ടുള്ള എലിവിഷൻ ഉണ്ടല്ലോ അത് കുറച്ച് അലീനയുടെ കപ്പിലേക്ക് ഒഴിക്കുക കേട്ടോ. പക്ഷേ കുറച്ച് ഒഴിക്കാനേ പറ്റുള്ളൂ, അപ്പോഴേക്ക് അലീന വരുന്നത് കാരണം ആ ഒഴിച്ചത് കുറച്ച് ഒഴിച്ചുള്ളൂ, ഒരുപാട് ഒഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അലീന വന്നത് കാരണം പെട്ടെന്ന് കൈ വലിക്കുന്നുണ്ട്. അങ്ങനെ അലീന വൈജയ്ക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതേസമയം വൈജ ചായ അങ്ങനെ കുടിക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കണം. വൈജയുടെ ആവശ്യം അലീന ചായ കുടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, നീ ചായ കുടിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചോളാം മാഡം കുടിച്ചോളൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്ന് കുടിച്ചോ വേണമെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഞാൻ ഇവിടെ നിന്ന് കുടിച്ചോളാം എന്ന് പറഞ്ഞ് അലീന ആ ചായക്കപ്പ് എടുത്തിട്ട് കുടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശി വിളിക്കുന്നത് കേട്ടോ. അലീന നീ ഇത് എവിടെ പോയേക്കാണ്? അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് മുത്തശ്ശി വിളിക്കുന്നത് അലീനയെ കാണാഞ്ഞിട്ട്. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ ചായ അവിടെ തന്നെ വെച്ചുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ നീ എവിടെ പോയേക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മാഡത്തിന് ചായ വേണമെന്ന് പറഞ്ഞു, എന്തോ ബുദ്ധിമുട്ട് തലവേദനയാന്ന് തോന്നുന്നു, എന്നിട്ട് എന്നോട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയണേ. അത് അവൾക്ക് ഉണ്ടാക്കി കുടിച്ചാൽ എന്താ കുഴപ്പം, നിന്നോട് അവൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ സാർ അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ എന്നാലും എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നിട്ട് വൈജി എന്തേലും ചോദിക്കുമ്പം അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്, നീ വൈജി ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ചെന്നിട്ട് വൈജയെ വിളിക്കുന്നുണ്ട്, മുത്തശ്ശി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ അമ്മയ്ക്ക് ഇപ്പം എത്രയൊക്കെ അത്യാവശ്യം, ഞാനിവിടെ ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി എന്തോ കാര്യം പറയാനാണെന്ന് തോന്നുന്നു എന്ന് പറയണം. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, നീ വന്ന് ചായ കുടിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. വൈജി ആണെങ്കിൽ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ അലീന ചെന്നിട്ട് ചായ കുടിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന വൈജ ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അലീനയോട്, നീ പൊക്കോ, നീ പോയി ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പറഞ്ഞേക്കണം. അപ്പോൾ എന്തോ കാര്യം വൈജയോട് പറയാനാണെന്ന് മനസ്സിലാവുകയാണ്. ആ സമയത്ത് മുത്തശ്ശി വൈജയോട് പറയുന്നുണ്ട്, നീ ഇവിടെ ബാലചന്ദ്രനോട് കാണിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിൻ്റെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇത്രയും നാൾ നീ കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് ഗംഗാധരൻ ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. അവിടുത്തെ ആഗ്രയിലെ കാര്യങ്ങളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ മീനച്ചിലാറ്റിലെടുത്ത് എറിയുമെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടായിരിക്കും ഈ കാണിക്കുന്നത് എന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, ഇത് മതി ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ പറയണ വൈജ. അല്ല അത്രയൊക്കെ ഗംഗാധരൻ പറയണമെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്തി ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ ആ കാര്യങ്ങൾ എന്തെങ്കിലും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാകുമോ, അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എങ്ങനെ അറിയാനാ അമ്മ, അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്, അതിനെപ്പറ്റി യാതൊരു തെളിവോ ഒരു കാര്യങ്ങളും ഇന്ന് ഈ ഭൂമിയിലില്ല. അപ്പോൾ എങ്ങനെ അറിയാനാണ്, നിങ്ങളെല്ലാവരും കൂടി ഞാൻ വേണ്ടാന്നും പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കെട്ടിച്ചതല്ലേ എന്ന് ഇനി വരുന്നത് നിങ്ങളും കൂടി അനുഭവിക്കുക, ഒരാൾ ഒന്നും അനുഭവിക്കാതെ പോയി കഴിഞ്ഞല്ലോ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അച്ഛനെ കുറ്റപ്പെടുത്തിക്കോ, നീ വരുത്തി വെച്ച കാര്യങ്ങൾക്ക് അച്ഛനെ കുറ്റപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശി. അതേസമയം അലീന അവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. എന്നിട്ട് വൈജിയാണെങ്കിൽ മുത്തശ്ശിയോടുള്ള ദേഷ്യത്തിൽ പെട്ടെന്ന് സംസാരിച്ചിട്ട് വന്നിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് വൈജ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് അലീനയ്ക്ക് വേണ്ടി ഒഴിച്ചു വെച്ച ചായയാണ് വൈജ ധൃതിയിൽ വന്നിട്ട് ആ ദേഷ്യത്തിൽ വന്ന് എടുത്ത് കുടിച്ചിട്ട് പോയേക്കുന്നത് കേട്ടോ. അപ്പോൾ വൈജയുടെ ചായ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വൈജ അത് ഓർക്കുന്നേ ഇല്ല, പെട്ടെന്ന് വന്ന് ആ ദേഷ്യത്തിൽ വന്ന് ആ ടേബിളിലുള്ള ചായ എടുത്ത് കുടിച്ചുകൊണ്ട് പെട്ടെന്ന് തൻ്റെ റൂമിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ പിന്നെ അലീന മറ്റേ ചായ എടുത്ത് അലീന കുടിക്കുന്നുണ്ട്, എൻ്റെ അമ്മ കുടിച്ചു വെച്ച ചായയല്ലേ എന്നുള്ള രീതിയിൽ ആ ചായ എടുത്ത് അലീന കുടിച്ചിട്ട് അലീനയും ചായക്കപ്പൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നാണല്ലോ വൈജയ്ക്ക് വയറ്റിനുള്ളിൽ ഭയങ്കര പെയിൻ അനുഭവപ്പെടുകയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നുകയാണ്, വയറ് ഭയങ്കര പൊട്ടിപ്പോകുന്നത് പോലെ വേദന, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നുക, കുറച്ച് വിഷമാണ് അകത്തേക്ക് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല, എന്നാലും ഭയങ്കര വയറിന് പ്രശ്നം, ടോയ്ലറ്റിൽ പോകുന്നു, അതുപോലെ അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നം, വയറുവേദന നിൽക്കുന്നില്ല. അങ്ങനെ വൈജ ഒരുവിധം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആരും അത് കേൾക്കുന്നില്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, ആരും കേൾക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ
പെട്ടെന്ന് അലീനയാണ് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആരോ കരയുന്നത് പോലെ കേൾക്കുക. അലീന ഉണരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അലീന പെട്ടെന്ന് വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ വൈജി ഇങ്ങനെ വയറ് പൊത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയാണ്. എന്ത് പറ്റി മാഡം, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താടി എനിക്ക് ചായയിൽ തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് തന്നു, ഞാൻ ചായ ഉണ്ടാക്കി തരികയല്ലേ ചെയ്തത്, വേറെ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് വൈജി ഇങ്ങനെ ഓർക്കുന്നത് എന്താ അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ മാഡം ചായയിൽ മധുരമിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ മധുരമിട്ട് കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് ഞാൻ വന്ന് നോക്കുമ്പോൾ മാഡം ഞാൻ എനിക്ക് വേണ്ടി ഒഴിച്ചു വെച്ച ചായയാണ് എടുത്ത് കുടിച്ചിട്ട് പോയത് എന്ന് പറയുമ്പോൾ വൈജയന്തി ആകെ ഷോക്കാവണം. അയ്യോ ഞാനിപ്പോൾ ചത്തുപോവേ, എനിക്ക് വയറ് വേദനിക്കുന്നതെന്ന് പറഞ്ഞ് വൈജ ഭയങ്കര ബഹളം. അത് കേട്ടിട്ട് എല്ലാവരും ഉണരുന്നുണ്ട് കേട്ടോ, ഉണർന്ന് വരുന്നുണ്ട്. ബാലചന്ദ്രനും വരുന്നുണ്ട് കേട്ടോ. എന്താ പറ്റി, എന്താ ഇവിടെ ബഹളം എന്ന് കേട്ടിട്ട്, മാഡത്തിന് വയറുവേദന എടുക്കുന്നു, എന്താ പറ്റിയെന്ന് പറയുന്നില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അത് വല്ല കള്ള വയറുവേദന ആയിരിക്കും, എന്തോ അടവായിരിക്കും, അല്ല എനിക്ക് ഞാൻ ഇപ്പം ചത്തുപോകും, ഇവളെനിക്ക് എന്തോ കലക്കി തന്നതാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും വിഷം കുടിച്ചേക്കണമല്ലോ, വൈജയ്ക്ക് ഇനി ഹോസ്പിറ്റലിൽ പോവാതെ വേറെ വഴിയില്ല. വൈജ വേഗം തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ വാശി പിടിക്കുമ്പോൾ ബാലചന്ദ്രൻ ആംബുലൻസ് വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആംബുലൻസ് വന്നിട്ട് വൈജയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. കൂടെ ചെല്ലുന്നത് അലീനയും ബബിതയും കൂടി കേട്ടോ കൂടെ ചെല്ലുന്നത്. അപ്പോൾ അവരോടും കൂടി കൂടെ ചെല്ലാൻ പറയണം, രോഹിത്തിനോടും ചെല്ലാൻ പറയുന്നുണ്ട്. ആണുങ്ങളായിട്ട് ആരെങ്കിലും വേണ്ടേ, ബാലചന്ദ്രൻ ഇങ്ങനെ റെസ്റ്റിലുള്ള ആളല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, കുറച്ച് അങ്ങനെ എലി വിഷം പോലുള്ള എന്തോ ഒരു സാധനം വയറ്റിൽ കയറിയിട്ടുണ്ട്, അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ആകെ ഷോക്കായി പോവാണ്. ആ വൈജയന്തിക്ക് വെച്ച ചായ അലീന എടുത്ത് കുടിച്ചല്ലോ, അപ്പോൾ അതിൽ യാതൊരു കുഴപ്പമില്ല. മറ്റേ ചായ അലീനയ്ക്ക് വേണ്ടി ഒഴിച്ചു വെച്ച ചായ എടുത്ത് കുടിച്ചിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അലീനയ്ക്ക് ഉണ്ടാവുന്നത്, തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ബോധം അലീനയ്ക്ക് വരിക കേട്ടോ. അലീന ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. സ്വന്തം അമ്മ തന്നെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഉള്ള ആ വിവരം അറിഞ്ഞിട്ട് അലീന ആകെ തകർന്നു പോവാണ്. സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വൈജയന്തിയെ ഒന്ന് വയറൊക്കെ ക്ലീനാക്കി ആ വിഷത്തിൻ്റെ ഇതൊക്കെ കളഞ്ഞ്, അതുപോലെ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് ചെല്ലണം, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാത്രിയിലാണല്ലോ അവർ പോയത്, അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇവിടെ എന്താണ് ഇപ്പോൾ ഉണ്ടായത്, എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അലീന അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി, മാഡം എന്നോട് മധുരം ഇല്ലയെന്ന് പറഞ്ഞ് ഇട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ആ സമയത്താണ് മുത്തശ്ശി വിളിച്ചത്. അങ്ങോട്ടേക്ക് പോയി വന്നതിന് ശേഷം മാഡം എനിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന് വെച്ച ചായയാണ് എടുത്ത് കുടിച്ചത്. മാഡം ബാക്കി അവിടെ വെച്ചത്, മാഡത്തിന് വേണ്ടി വെച്ച ചായ ഞാനും പിന്നീട് എടുത്ത് കുടിക്കുകയാണ് ചെയ്തത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ആ ചായയിൽ മാത്രം ഇങ്ങനെയൊരു അംശം വന്നു, ഇത് വന്നു എന്നിങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമായി മാറുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയാനായിട്ട് അങ്ങനെ ലാസ്റ്റ് വൈജിക്ക് സത്യം പറയേണ്ടി തന്നെ വരികയാണ്. അത് ഞാൻ തന്നെ ചെയ്തതാണ്, ഇവളെ കൊല്ലാനായിട്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ എല്ലാവരും തല്ലാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആരാണിത് ചെയ്തത്, എന്താണ് ഇവിടെ നടന്നതെന്ന് അറിയാനായിട്ട്. അങ്ങനെ അവസാനം വൈജയന്തി തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇവളെ കൊല്ലാനായിട്ട് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ബാലചന്ദ്രൻ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇവൾ ആരാണെന്ന് വെച്ചിട്ടാണ് നീ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്ത് നിന്ന് സംസാരിക്കുമ്പോൾ അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്, പറയരുത് എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ബാക്കി പറയുന്നില്ല, സ്വന്തം മകളെ അമ്മ തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാവുകയാണ് ഇവിടെ. അപ്പോൾ വൈജ പറയുന്നത്, ഇവിടെ എന്നെ വേണ്ട, മക്കളെ വേണ്ട, ഇവളെ മാത്രം മതി, ഇവൾ ആരാണെന്ന് വെച്ചിട്ടാണ് ഇനി ഇതിവിടെ അനുവദിച്ച് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവിടെ നിനക്ക് അത് പറ്റത്തില്ലാണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോ, എങ്ങോട്ടാണെന്ന് വെച്ച് ഇറങ്ങിപ്പൊക്കോ, ഇനി നിന്നെ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ, അത് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്, ഇനി എനിക്ക് എൻ്റെ വാക്കിന് വിലയില്ലാത്ത, എനിക്കൊരു വിലയില്ലാത്ത വീട്ടിൽ ഞാൻ ഇനി നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് വൈജയന്തി പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് ഡ്രസ്സ് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കണം, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണേ, ഡോറടിച്ച് വൈജയന്തി അകത്തേക്ക് പോയേക്കണല്ലോ. പിന്നെ ഡോറ് തുറന്ന് വരുമ്പോൾ ഡ്രസ്സ് ചെയ്ത് ബാഗൊക്കെ കൊണ്ടാണ് വരുന്നത്. ഞാൻ പോവുകയാണ്, ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബാഗ് എടുത്ത് പോകുമ്പോൾ മക്കൾ പുറകെ ചെല്ലുന്നുണ്ട്. അമ്മ എങ്ങോട്ടാണ് പോണത് എന്ന് കൃഷ്ണൻ ചോദിക്കുമ്പോൾ, ഞാൻ ഈ വീട്ടിൽ നിന്നേ പോവാണ്, നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. ബബിത പറയുന്നുണ്ട്, അമ്മ പോവല്ലേ അമ്മേ, ഇവിടെ നിൽക്കുക, ഇവിടെ
പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിക്കോളും, അമ്മ പോവല്ല, അമ്മ പോയാൽ എങ്ങനെ ശരിയാവുക എന്നൊക്കെ പറഞ്ഞ് ബബിത പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും വൈജയന്തി അതൊന്നും വക വെക്കാതെ തൻ്റെ പെട്ടിയും ബാഗിൽ എടുത്ത് വെച്ചുകൊണ്ട് പെട്ടിയെടുത്ത് കാറിൽ വെച്ചുകൊണ്ട് കാറെടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് മക്കളൊക്കെ ഇട്ട. ബാലചന്ദ്രൻ ആ ദേഷ്യം ഒരിക്കലും ബാലചന്ദ്രൻ വിചാരിച്ചില്ല വൈജയന്തി ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പ്രശ്നം വളരെ രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. അലീന പെട്ടെന്നാണെങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി മാഡം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ എങ്ങോട്ട് പോയി എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല, ഇന്നലെ ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും മുത്തശ്ശി അറിഞ്ഞില്ലല്ലോ, മാഡം എനിക്ക് എലിവിഷൻ തന്ന് കൊല്ലാൻ ശ്രമിച്ചതാണ്, പക്ഷേ ആ ടീ എടുത്തതിൻ്റെ ചായ കുടിച്ചത് മാഡം തന്നെയായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോഴാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി ആകെ ഷോക്കാവുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയതാണ് മാഡം എന്നൊക്കെ പറയാണ് അലീന. ഇനിയിപ്പോൾ അവൾ എങ്ങോട്ടാണ് പോയത്, എനിക്ക് വൈകി, ഇനിയിപ്പോൾ ഇത് എങ്ങനെ തീർക്കും, എങ്ങനെ പരിഹാരം കണ്ടെത്തും, ഇനിയിപ്പോൾ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, ശിവനെ വിളിക്കണം, രാജീവിനെയും വിളിക്കണം, എല്ലാവരെയും വിളിക്കണം, എങ്ങനെ ഒന്നുകൂടി വിളിച്ചു വരുത്തണം, എന്നിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ എന്ന് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈജയന്തി നേരെ ചെല്ലുന്നത് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്, തൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ആ കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് തൻ്റെ കൂടെ പഠിച്ചിരുന്ന, അതേമാതിരി ആഗ്രയിലൊക്കെ ജോലി ചെയ്തിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ വൈജയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ ആ കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് വൈജയന്തി ചെല്ലുന്നത്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വൈജയന്തിയുടെ മുഖഭാവം കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. അപ്പോൾ എന്താ കാര്യങ്ങളെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിണങ്ങി വന്നതാണ്, കുറച്ച് നാളത്തേക്ക് ഞാനിവിടെ നിൻ്റെ കൂടെ നിൽക്കാനാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ സന്തോഷമുള്ളൂ, നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാം, പക്ഷേ നിൻ്റെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് തീരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനല്ലേ നോക്കേണ്ടത്, നിൻ്റെ സ്വഭാവം വെച്ചിട്ട് നീ അത് കൂടുതൽ വഷളാക്കിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് നിനക്കല്ലേ, നീയും ഇനി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി എങ്ങോട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ നീ എങ്ങോട്ടും പോകണ്ട, നീ ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, നിൻ്റെ കാര്യങ്ങൾ വേറെ ആർക്കും അറിയാത്ത എല്ലാ കാര്യങ്ങളും നിൻ്റേത് അറിയാവുന്നത് ഞാനൊരാൾ മാത്രമാണ്, അതുകൊണ്ട് നിന്നെ എങ്ങനെയെങ്കിലും ഇതിൽ സഹായിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അതേസമയം ബാലചന്ദ്രൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ വൈജയന്തി ഇറങ്ങിപ്പോകും എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ വൈജയന്തി ഇറങ്ങിപ്പോയെന്ന് ഓർത്തിട്ട് ബാലചന്ദ്രൻ അത്രയ്ക്ക് വലിയ ടെൻഷനൊന്നുമില്ല. കാരണം എന്തായാലും വൈജയന്തി ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ളത് ബാലചന്ദ്രൻ അറിയാം. പക്ഷേ കുടുംബം, മക്കൾ എന്നുള്ള ഒരു ചിന്ത ആ സമയത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന വന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, സാർ എന്ത് പണിയാണ് കാണിച്ചത്, ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക മാഡം തിരിച്ചു വരാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോകുന്നവർ പോട്ടെ, എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അങ്ങനെ ആയാലും എങ്ങനെ ശരിയാവുക, മക്കളിപ്പോൾ എന്ത് കരുതും, അവരാകെ പെട്ടുപോയില്ലേ നിങ്ങൾക്കിടയിൽ കിടന്നിട്ട് എന്നൊക്കെ പറയണം. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു, ഇതാര് ചെയ്തു എന്നുള്ള കാര്യം അന്വേഷിക്കരുതായിരുന്നോ, നിന്നെയാണ് കൊല്ലാൻ നോക്കിയത്, അത് ആരാണ് കൊല്ലാൻ നോക്കിയിരിക്കുന്നത്, നിൻ്റെ സ്വന്തം അമ്മ തന്നെ മകളെ കൊല്ലാൻ നോക്കിയേക്കാണ് എന്ന് പറയുമ്പോൾ അതറിയാതെയല്ലേ, അതൊന്നും സാരമില്ല, എനിക്ക് അതൊന്നും കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, ആ ചായ നീയാണ് കുടിച്ചിരുന്നതെങ്കിലോ, ആ കുടിച്ചിട്ട് നീ പോയി കിടന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആര് ചോദിക്കാനുണ്ട്, ആര് പറയാനുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടാണ്. ഇതിപ്പോൾ അവൾ കുഴിച്ച കുഴിയിൽ അവൾ തന്നെ വീണില്ലേ, അപ്പോൾ അവൾ ആകെ പെട്ടുപോയി, അവൾക്കറിയാം അവൾ മരിച്ചു പോകുമെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെങ്കിൽ, അതുകൊണ്ടാണ് അവൾ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷേ അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. നീ ആണെങ്കിലും അത് കുടിച്ച് വയറുവേദന കാണുമ്പോൾ വേറെ എന്തെങ്കിലും ആണെന്ന് കരുതി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോവില്ല. പക്ഷേ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. ഈ തെറ്റ് ഇനി അവൾ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ഒരു വഞ്ചന ചതി എന്നോട് കാണിച്ചിരിക്കുകയാണ്, പക്ഷേ വീണ്ടും അതിൻ്റെ മുകളിൽ വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ അനുവദിച്ച് കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ, പക്ഷേ മക്കൾ ഭവിതയും കൃഷ്ണയും രോഹിതൊക്കെ ആകെ പെട്ടുപോയില്ലേ നിങ്ങൾക്കിടയിൽ കിടന്നിട്ട് എന്ന് പറയാണ് അലീന. അവർ ചെറിയ കുട്ടികളൊന്നുമില്ലല്ലോ, കാര്യം പറഞ്ഞാൽ മനസ്സിലാകും, ഞാൻ അവരോട് സംസാരിക്കാം, ഞാൻ അവരോട് പറഞ്ഞോളാം എന്താണ് കാര്യമെന്ന്, എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അമ്മയല്ലേ, അമ്മയോളം വരില്ലല്ലോ അവർക്ക് ഞാൻ, അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാറ് ശ്രമിക്കുകയാണെന്നല്ലേ, അച്ഛൻ ശ്രമിക്കുകയാണെന്നല്ലേ അവർ കരുതുള്ളൂ, അതുകൊണ്ട് വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം നീ ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് പോയി, എനിക്ക് നിന്നോടിപ്പോൾ സംസാരിച്ച് ശരിയാവത്തില്ല, അവരോട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അലീനയെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഭവിതയും കൃഷ്ണയും രോഹിത്തും ഭയങ്കര
ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുക കേട്ടോ. ചേച്ചി കാരണമാണ് അമ്മ ഇറങ്ങിപ്പോയത്, ചേച്ചിക്ക് എന്താ ആവശ്യം ഉണ്ടായിരുന്നു, ചേച്ചിയോട് അന്ന് തന്നെ പോവാൻ പറഞ്ഞതില്ലെന്ന് കൃഷ്ണ പറയുമ്പോൾ മോളെ ഞാൻ ഇന്ന് പറയണം. അപ്പോൾ ഭവിത പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടണ്ട, നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് നീ പോയില്ല, നീ പോവാത്തത് കാരണമാണ് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ നഷ്ടപ്പെട്ടു, അതിന് കാരണക്കാരി നീയാണ്, നീ ഇതിന് അനുഭവിക്കാതെ പോവില്ല എന്നൊക്കെ ഭവിതയും വളരെ ശപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും വൈജ വീട്ടിൽ നിന്ന് പോയേക്കാണ്, പക്ഷേ ഉടനെ തന്നെ തിരിച്ചു വരും, ഒരുപാട് ഒന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല. അതിനൊരു പരിഹാരം ബാലചന്ദ്രൻ കാണുന്നത് അലീനയെ പറഞ്ഞയക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ അലീനയെ പറഞ്ഞയക്കുമ്പോൾ അലീനയെ എങ്ങോട്ട് പറഞ്ഞയക്കും, ആരുടെ കൂടെ പറഞ്ഞയക്കും, ജോലിയിൽ പറഞ്ഞയക്കുകയാണോ അതോ രേവതിക്കുട്ടിയുടെ അടുത്തേക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ചർച്ച ചെയ്ത് തീരുമാനിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ഞാൻ പിന്നീട് പറഞ്ഞ് ഇടുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് ഒരു സ്റ്റോറിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.